5 കോടിയിൽ പരം വരുന്ന രാജ്യത്തെ മോട്ടോർ തൊഴിലാളികളെ പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് തങ്ങൾ സമരം ചെയ്യുന്നതെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ അഭിപ്രായപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കണ്ണൻ വർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മോട്ടോർ മേഖലയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ ശ്രമിക്കുന്ന മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ തൊഴിലാളി വിരുദ്ധ നടപടികൾ ഉപേക്ഷിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക, പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് പിൻവലിക്കുക, ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓൾ ഇന്ത്യൻ ട്രേഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നേരത്തെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കണ്ണൻ വർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. 5 കോടിയിൽ പരം വരുന്ന രാജ്യത്തെ മോട്ടോർ തൊഴിലാളികളെ പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലൂടെ കോർപ്പറേറ്റ് വൽക്കരണമാണ് മോട്ടോർ വ്യവസായ രംഗത്തും അടിച്ചേൽപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 5 കോടിയിൽ പരം വരുന്ന മോട്ടോർ മേഖലയിലെ തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന, അവർ ചെയ്യുന്ന ജോലിയിൽ നിന്നും പിന്മാറണമെന്ന് നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള രാജ്യത്ത് കാടത്തം നിറഞ്ഞ നിയമം നടപ്പാക്കാൻ പരിശ്രമിക്കുന്ന രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് നയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് പാർലമെന്റ് മുന്നിൽ ഞങ്ങൾ നടത്തുന്നത്. രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന നയം സ്വീകരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലൂടെ കോർപ്പറേറ്റ് വൽക്കരണമാണ് മോട്ടോർ വ്യവസായ രംഗത്തും അടിച്ചേൽപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷ പോലും നിരത്തിൽ ഇറങ്ങേണ്ടതില്ല എന്ന നിലപാടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്നിപ്പോൾ സ്വീകരിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആ വ്യവസായം തന്നെ തകർക്കാൻ വേണ്ടി ബൾക്ക് പർച്ചേസിന്റെ പേരിൽ ഡീസലിന്റെ വില ഒരു ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചു. ജില്ലാ കൺവീനർ ഹരിദാസൻ നായർ അധ്യക്ഷത വഹിച്ചു. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് നിസാർ കോയപ്പറമ്പിൽ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ നേതാക്കളായ MS അനസലി, MM ഷെരീഫ്, KK ചന്ദ്രൻ, അൻസർ, വിജയ് ചന്ദ്രൻ, റജീബ് അലി, PU ശാന്താറാം, സോയിമോൻ എന്നിവർ സംസാരിച്ചു.